ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് എന്തിനാണെന്നല്ലേ, ഞാൻ ഇന്നൊരു ട്രിപ്പ് പോകുകയാണ്. വലിയ ദൂരോട്ടൊന്നുമല്ല, ഇവിടെ അടുത്ത് വാഗമണ്ണ് വരെ. പക്ഷെ അത് പോകാൻ കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാൻ വാഗമണ്ണ് വരെ പോകാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ റെഡിയായി. ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വെള്ള ഷർട്ട് ഇട്ടെ. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, ഇടാൻ തോന്നി അങ്ങിട്ടു അല്ലേ. അങ്ങനെ നമ്മൾ റെഡിയായി. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരാരും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വെളിയിൽ ഏകാന്തതയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ദേ കണ്ടില്ലേ, വരാനുള്ളവനാ. 8:30 പോകണമെന്ന് പറഞ്ഞാൽ അവനിപ്പോഴും അവൻ്റെ ചെരുപ്പ് തുടച്ചുകൊണ്ടിരിക്കുക. ദേ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വണ്ടി? അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ യാത്ര തുടങ്ങി. നമുക്കിനി വഴിയിൽ നിന്ന് 2 പേരെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ഒന്ന് തോമസും ഒന്ന് അമലും. ഇവർ 2 പേരും വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി അവന്മാരെയും കൂടെ വിളിക്കാം. ഇതാണ് തോമസ്, ഈ ഇറങ്ങി വരുന്ന ആൾ. അവനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് അമലിനെ പിക്ക് ചെയ്യാൻ. അമലിനെ പിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. അതിനിതേ നമ്മൾ ശരവണ ഭവനിൽ എത്തി. അജയ്യ പറഞ്ഞ് ഇവിടെ കയറാമെന്ന്, ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. നമ്മളാരും കഴിച്ചിട്ടില്ല, അവൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വടയ്ക്കും ആ ദോശയ്ക്കും പിന്നെ ദേ ഈ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കാലം കൂടിയിട്ടാണ് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് ഞാൻ കഴിക്കും. അങ്ങനെ ശരവണ ഭവനി പേയ്മെൻറ്റും നടത്തി ഗുഡ് ബൈയും പറഞ്ഞ് നമ്മളിതേ നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നു. രാവിലെ എണീറ്റിട്ടാണെന്ന് തോന്നുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്, കണ്ണൊക്കെ അടഞ്ഞു പോകുന്നു. പക്ഷെ ഉറങ്ങിയില്ല. നമ്മളിതേ വണ്ടിക്ക് കുറച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത് എയറൊക്കെ അടിച്ച് ആ ചേട്ടൻ എയർ അടിക്കുന്നുണ്ട് അവിടെ. ഇവന്മാരെന്തൊക്കെയോ മേടിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാനും അജയ് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് നമ്മളിതേ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. അവിടെ നമ്മളിതേ അമലിനെ പിക്ക് ചെയ്തു. അതാണ് അമൽ. എവിടെ കാണുന്നില്ലല്ലോ ഇവനെ. അതാണ്ട് നിൽക്കുന്നതാണ് അമൽ. ഇതെന്താ ഇങ്ങനെ വെക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറ. അമലിനെ പിക്ക് ചെയ്ത് നമ്മളിതേ വീണ്ടും നമ്മുടെ വണ്ടിയിൽ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ കണ്ട ടീ ഷോപ്പിലെല്ലാം കയറി ചായ കുടിക്കുന്നുണ്ട്. അമലിനെ പിക്ക് ചെയ്ത് ഫസ്റ്റ് ടീ ഷോപ്പിൽ നമ്മൾ കയറി ചായ കുടി തുടങ്ങി. അയ്യോ എന്താ രസം നോക്ക്. നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ മലയും കുന്നും വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ്. അത്രയും സിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ ഫൈനലി നമ്മൾ വാഗമൺ എത്തി. ഈ പറയുന്നത്ര ക്ലൈമറ്റ് ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ആക്ച്വലി ഈ എന്താ പറയുക, ഇൻസ്റ്റാ റീലൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് അത്ര ഫീൽ കിട്ടിയില്ല. എങ്കിലും കിട്ടിയ ഗ്യാപ്പിൽ നമ്മളിതേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അത് വെച്ച് നമ്മളങ്ങോട്ട് സംതൃപ്തി ആയി, അത്ര തന്നെ. എൻ്റെ ഈ റൊമാൻറ്റിക് ഇരിപ്പ് കണ്ടോ. ഞാൻ കഴിച്ചത് വെച്ച് ഏറ്റവും ബെസ്റ്റ് പൊറോട്ടയാണ് കേട്ടോ ഇത് വാഗമണ്ണിൽ സെബാൻ്റെ തട്ടുകട, അങ്ങനെ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. കറി ആവറേജ് ആയിരുന്നു, പക്ഷെ പൊറോട്ട കാണാനും കഴിക്കാനും ഒക്കെ ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് അതിന്. ഇപ്പോഴും എനിക്ക് ഇനി വാഗമൺ പോയാൽ ഞാൻ ആ കടയിൽ നിന്ന് പൊറോട്ട കഴിക്കൂ, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്, ഗ്രീൻ ഹിൽ എസ്റ്റേറ്റ്. അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് അകത്ത് കയറി കാണാം. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. കാരണം എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നു. അപ്പം പിന്നെ നമ്മളവിടെ എത്തിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അതൊക്കെ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. എങ്കിലും ഉള്ളതൊക്കെ വെച്ച് ഞാൻ കാണിക്കാം. നമ്മളിത് നമ്മുടെ സാധനവും എല്ലാം എടുത്ത് ഇറങ്ങുവാണ്. അത്യാവശ്യം കിടിലം വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അഖിലിതേ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റും ബോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഹായ് കൊടുക്ക്. നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂം കാണിക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ പുറമേ നിന്ന് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ റൂം. 2 BHK ആണ്. അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. അവന്മാരെനിക്ക് എന്ന സർപ്രൈസാണിത്. എനിക്ക് ആക്ച്വലി 3 കേക്കാണ് ഈ ബർത്ത്ഡേക്ക് മുറിക്കാൻ പറ്റിയത്. ഫസ്റ്റ് നൊസ്റ്റാൾജിയ എൻ്റെ ടീം എനിക്കൊരു കേക്ക് കട്ട് ചെയ്ത് അവിടെ ഓഫീസിൽ
അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചിയിലുള്ള വേറെ ഫ്രണ്ട്സ് അവന്മാർ കട്ട് ചെയ്തു. ഇപ്പോൾ ദേ ഇവന്മാരും കട്ട് ചെയ്തു. ഈ ബർത്ത്ഡേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് ഇത്രയും നല്ല ബർത്ത്ഡേ ഇതുവരെ എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ട്. കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു ബർത്ത്ഡേ കിട്ടുന്നത്. ആക്ച്വലി അതിന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി അജയ് പാടുന്ന പാട്ട് പാടാൻ പോവാ. കണ്ട നാളിലെന്നെ ഹൃദയമന്ത്രം കാത്തുവച്ചു ഞാൻ. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി. പ്രണയിനി എന്റെ പച്ചസാര മൈലോ എന്റെ പാലക്കൂട് അമ്മ പൂതപ്പേ അങ്ങനെ പാട്ടും മേളം എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ മുറിച്ച കേക്കിൻ്റെ ബാക്കി, അതായത് നമ്മൾ ആരും അധികം കേക്ക് കഴിക്കില്ല. അപ്പോൾ അത് നമ്മളിവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾക്കും ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും ഒക്കെ കൊടുക്കാമെന്ന് വെച്ച് നമ്മൾ കേക്കുമായിട്ട് അതെല്ലാം കൊണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ അധികം എടുത്തിട്ടില്ല, അതുകൊണ്ടത് വെക്കാത്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് വീണ്ടും നമ്മൾ പാട്ട് തന്നെ. അജയ് നന്നായിട്ട് പാട്ട് പാടും. സോ നമ്മളും അതിൻ്റെ കൂടെ പാടി അങ്ങോട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. എന്നിട്ട് നമ്മളിത് ഫുഡ് കഴിച്ചു. ഒരുപാട് ലേറ്റായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് എഴുന്നേറ്റു. അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ വ്യൂ. നമ്മൾ അധികം കോടയൊന്നുമില്ല. നമ്മൾ ഒരുപാട് കോടയും കാര്യങ്ങളും തണുപ്പും ഒക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ അധികം തണുപ്പും കോടയൊന്നും നമുക്ക് കിട്ടിയില്ല. അതാണ് നമ്മുടെ ഭാഗ്യം. എങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഈ വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. എന്നിട്ട് ഈ കാണുന്നതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ നല്ല വൃത്തിയിലുള്ള റൂമൊന്നും എടുക്കാൻ പറ്റിയില്ല. കോടയും തണുപ്പൊക്കെ ഉണ്ടെന്ന് കരുതി അവിനാശ് ജാക്കറ്റൊക്കെ കൊണ്ടാണ് വന്നത്. എങ്കിലും അവൻ അതൊക്കെ ഇട്ട് നല്ല ചൂടുണ്ടെങ്കിലും അവൻ ഇട്ടങ്ങോട്ട് ആസ്വദിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അടുത്തത് അവനും ഹൂഡീസൊക്കെ ആയിട്ടാണ് വന്നത്. ഫുള്ള് പാക്കായിട്ടാണ് വന്നത്. പക്ഷേ ഇതിട്ടിട്ട് അവന് നല്ല ചൂടെടുക്കുന്നുണ്ടെന്ന് അവനും അറിയാം, കാണുന്നവർക്കും അറിയാം. എങ്കിലും അവൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് ഇടുക. അങ്ങനെ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ നമ്മൾ വാഗമണ് വന്നിട്ട് ആക്ച്വലി നമ്മൾ കഴിച്ച ഫുഡെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇഡ്ഡലി, സാമ്പാർ, പൂരി, പിന്നെ ബ്രെഡ്. ഈ 3 ഐറ്റംസാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നത്. പിന്നെ കോഫി ഉണ്ടായിരുന്നു. കോഫി വേണ്ടാത്തവർക്ക് നല്ല ചൂട് വെള്ളം ഉണ്ടായിരുന്നു. ഇവന്മാർ വെറുതെ ജാക്കറ്റ് ഇട്ടേക്ക് മാത്രമല്ല ചെയ്തേക്കുന്നത്.
അതിൻ്റെ കൂടെ തണുപ്പുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭിനയവും അവന്മാർ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് വെറുതെ കിടന്നോട്ട് വിറയ്ക്കുക, നല്ല ചൂട് അത്തെടുക്കുന്നുണ്ട് അവന്. അഭിനയിക്കാൻ വരുന്നത് നന്നായിട്ട് ആക്ട്. ഇനി ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മളെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പോവാ. വെള്ളം ഉണ്ടോന്നൊന്നും അറിയത്തില്ല, പക്ഷെ വെള്ളച്ചാട്ടത്തില് വെള്ളം ഉണ്ടാവോ? ആ അതെ. ഇവിടെ അങ്ങനെ ഇതേ പോകുന്ന വഴി നമ്മളൊരു പട്ടിസാറിനെ കണ്ടു. എന്താ ആറ്റിറ്റ്യൂഡ്, മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി അധികം മൈൻഡ് ചെയ്ത് നമ്മളെ കടിക്കണ്ടെന്ന് വെച്ച് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോകാൻ തുടങ്ങി. നമ്മൾ ആക്ച്വലി ഇവിടെ അടുത്ത്, അതായത് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് നമ്മൾ പോകുന്ന വഴിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം നമ്മളറിഞ്ഞത് നമ്മുടെ തൊട്ടടുത്താണ്, ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, അവിടെ വെള്ളച്ചാട്ടമാണ് എന്നാണ് നമ്മൾ. കാരണം നമുക്ക് സൗണ്ട് നന്നായിട്ട് കേൾക്കാമായിരുന്നു, പക്ഷേ നമ്മൾ നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. എന്നിട്ട് നമ്മളിത് ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടെ പോയാൽ നിങ്ങൾ എത്തും എന്ന്. അങ്ങനെ ഏതാണ്ട് 1.5 അല്ല 2-2.5 കിലോമീറ്റർ നമ്മൾ നന്നായിട്ട് നടന്നിട്ടാണ് അവിടെ എത്തിയത്. ഫൈനലി നമ്മൾ വാട്ടർഫാൾസിലെത്തി. ആക്ച്വലി ഇവന്മാർ വാട്ടർഫാൾസിലോട്ട് വന്നില്ല. കാരണം ഇവന്മാർ കുറേ നടന്ന് ക്ഷീണിച്ച് പകുതിക്ക് വെച്ചുള്ളൊരു കടയിൽ, അതായത് പകുതിയല്ല കുറച്ചും കൂടെ പോയാൽ മതിയായിരുന്നു വാട്ടർഫാൾസിലോട്ട്. പക്ഷേ അവന്മാർക്ക് തീരെ വയ്യ ഇനിയും നടക്കാൻ. അങ്ങനെ അവന്മാർ അവിടെ ഉള്ള ഒരു ചായക്കട കയറി ചായയും കുടിച്ചെങ്കിരുന്നു. ഞാനും അഖിലും കൂടെയാണ് പോയിട്ട് വന്നത്. തിരിച്ചത്രയും നടക്കാൻ മേലാത്തതുകൊണ്ട് നമ്മളൊരു ജീപ്പ്, ഇവിടെ ജീപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ ജീപ്പ് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് പോയത്. അങ്ങനെ നമുക്കൊരു ട്രക്കിങ്ങുമായി ആ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലെത്തി. നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് 12 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. സോ ടൈമായി. നമുക്കങ്ങനെ ഇവിടുന്ന് വിട വാങ്ങാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിതേ തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴി പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം. അങ്ങനെ പോകുന്ന വഴിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നിർത്തി കണ്ടാണ് പോയത്. ഇവന്മാർ ആക്ച്വലി ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്ന കണ്ടപ്പോൾ അങ്ങ് മാരകമായിട്ട് അഭിനയിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇത് നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട 2 പേരുടെ കുട്ടിയാണ് കേട്ടോ. അവൻ അജയുടെ കയ്യിൽ ഭയങ്കര ഹാപ്പിയായിട്ട്, അതായത് കരയാതിരിക്കുന്നു. അത് അവർക്ക് തന്നെ അതൊരു അത്ഭുതമായിരുന്നു, എങ്ങനെ അവൻ കരയാതിരിക്കുന്നു. അങ്ങനെ അവനെ കുറേ നേരം നമ്മൾ എല്ലാവരും കളിപ്പിച്ചു. നമ്മളും ഭയങ്കര ഹാപ്പിയായി. കുട്ടികളെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യമല്ലേ പെട്ടെന്ന്. അങ്ങനെ കുറേ നേരം നമ്മൾ അവനെ കളിപ്പിച്ചു. ആ ഗ്യാപ്പിൽ അവൻ്റെ പേരൻസ് അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ അപ്പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കോട കാണാൻ തുടങ്ങി. അതാണ് നമ്മുടെ ഭാഗ്യം. എന്നിട്ട് നമ്മളിത് തിരിച്ചിറങ്ങി നമ്മൾ കാണുന്ന ചായക്കട നല്ല സ്പോട്ടൊക്കെ നോക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ് പോയത്. അങ്ങനെ ഈ ചായക്കട നമ്മൾ ചായ, ഓംപ്ലേറ്റ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടെ പറഞ്ഞു. അത് 1 സൈഡാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളത് കഴിച്ചു. ആക്ച്വലി ആ ക്ലൈമറ്റിലിരുന്ന് ഓംപ്ലേറ്റ് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അടിപൊളിയായിരുന്നു. ആ ഒരു ഫീല് രസമുണ്ടായിരുന്നു.
എന്താണ് പറ അവിടെ അവിടെ വെള്ളോട്ട് ഇതാണ് അവൻ്റെ വിഷമം. കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ കാണുന്നത് ഇതാണ്. ഇത്രയും നല്ല കോട ഒക്കെ അവിടെ ഉണ്ട്. നോക്ക്, കറക്റ്റ് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല ചോറും മോരും മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിക്കണമെന്ന്. എന്തോ ഭാഗ്യം, നമ്മൾ ചോദിച്ചതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ചോറ്, മോര്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ്, കപ്പ, മീൻ കറി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഒന്നും പറഞ്ഞില്ല. നമുക്ക് വേണ്ടത് അതായത് ബീഫ് റോസ്റ്റ് പറഞ്ഞു, ഫിഷ് ഫ്രൈ പറഞ്ഞു, കപ്പ പറഞ്ഞു. അങ്ങനെ അടിപൊളി, ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കട കീർത്തി എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. നമ്മൾ വാഗമണ്ണിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അടുത്ത് തന്നെയാണ്. നല്ല അടിപൊളി ഫുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കെല്ലാം മനസ്സ് നിറഞ്ഞു അവിടുന്ന് കഴിച്ചിട്ട്. എന്നിട്ട് നമ്മളിത് ട്രിപ്പെല്ലാം കഴിഞ്ഞ് ആ ഒരു വിഷമത്തിൽ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പുളിഞ്ചോട് തിരിച്ച് വീണ്ടും എത്തി. ഇനി നാളെ തൊട്ട് വീണ്ടും ജോലിക്ക് പോകണം. പക്ഷേ ഇത് കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ 2 ദിവസം എല്ലാം മറന്ന് ഒന്ന് എൻജോയ് ചെയ്തു. എല്ലാ മാസവും ഇങ്ങനെ പോകണമെന്ന് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാത്തിരിക്കും. ഇത് മൊത്തം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.